വയനാട്ടിൽ കടുവ പേടി ഒഴിയുന്നില്ല. വയനാട്ടിൽ ജനവാസ മേഖലയിൽ വീണ്ടും കടുവയുടെ സാന്നിധ്യം. തലപ്പുഴ 44 കാട്ടിയേരിക്കുന്നിൽ വാഴത്തോട്ടത്തിൽ കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തി. ഒരാഴ്ചയായി തലപ്പുഴ 44-ലും കമ്പിപ്പാലത്തും കടുവയുടെ സാന്നിധ്യം കണ്ടിരുന്നു. അർജുൻ PS ചേരുന്നുണ്ട്. അർജുൻ, ഈ വയനാട്ടിൽ കടുവ സാന്നിധ്യം വീണ്ടും കണ്ടെത്തിയിരിക്കുന്നു. അതീവ ജാഗ്രത തന്നെയല്ലേ പ്രദേശത്ത്? വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ എത്തിയോ? മറ്റു മാനദണ്ഡങ്ങൾ അവിടെ സ്വീകരിച്ചിട്ടുണ്ടോ? അവിടെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടോ? നിലവിലത്തെ അവസ്ഥ എന്താണ്? ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഇത്തരത്തിൽ കടുവയുടെ പാടുകൾ നിരന്തരമായി കണ്ടുകൊണ്ടിരുന്നത്. അതിൽ കൂടുതലായി കണ്ടത് ഇതിനു മുൻപും ഈ പ്രദേശങ്ങളിൽ ഈ കടുവയുടെ പാടുകൾ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. അല്പസമയത്തിനകം തന്നെ വനപാലകർ ഈ സ്ഥലത്ത് എത്തുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഈ ഒരു കാൽപ്പാട് കണ്ടപ്പോൾ തന്നെ നാട്ടുകാർ ഈ വനപാലകർ വിവരം അറിയിച്ചെങ്കിലും ആരും ഇവിടെ എത്തിയില്ല എന്നുള്ള ഒരു പരാതി കൂടി ഈ നാട്ടുകാർക്കുണ്ട്. ഇതിനു മുൻപും ഇത്തരത്തിൽ ഒരാഴ്ചയോളമായി ഈ പ്രദേശത്ത് കടുവയുടെ സാന്നിധ്യം ഉണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. പക്ഷേ നമുക്കൊരിക്കലും ഇതിപ്പോൾ കടുവയാണെന്ന് ഉറപ്പിക്കാൻ കഴിയില്ല. അത് വനപാലകർ എത്തി വേണം സ്ഥിരീകരിക്കുവാൻ. ഈ കടുവയുടെ കാൽപ്പാടുകൾ അവിടെയുണ്ട്. അത്തരത്തിലുള്ള കാൽപ്പാടുകളുണ്ട്. വലിയൊരു കാൽപ്പാടാണ്. അത് കടുവയുടേതാണ് എന്നുള്ളത് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. വാഴത്തോട്ടത്തിൽ അടക്കം ഇറങ്ങിച്ചെന്ന രീതിയിലാണ്, അല്ലെങ്കിൽ കർഷകർ കൂടുതലായി ഇറങ്ങുന്ന സ്ഥലങ്ങളിലാണ് ഇത്തരത്തിൽ കടുവയുടെ സാന്നിധ്യം ഉള്ളത് എന്നുള്ളത് കൂടിയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, ജനവാസ മേഖലയാണ്. തൊട്ടപ്പുറത്ത് തലപ്പുഴ എന്ന് പറയുന്ന ടൗൺ ആണ്. അതായത് കമ്പിപ്പാലത്തിന്റെ തൊട്ടപ്പുറം ടൗൺ ആണ്. ഈ ടൗണിലേക്കൊക്കെ കടുവ ഇറങ്ങുകയാണെങ്കിൽ അത് വലിയ രീതിയിലുള്ള ഒരു ഭീഷണി ഉയർത്താനുള്ള ഒരു സാധ്യതയുണ്ട്. ഈ കമ്പിപ്പാലം തൊട്ടടുത്ത് തന്നെയാണ് ടൗൺ എന്ന് പറയുന്നത്. തൊട്ട് മുകളിൽ വനപ്രദേശമാണ്. ആ വനപ്രദേശത്ത് നിന്നും ആ കടുവ ഇറങ്ങി വരുവാനുള്ള ഒരു സാധ്യതയുമുണ്ട്. കഴിഞ്ഞ ആഴ്ച പിടികൂടിയ കടുവ ഉണ്ടായിരുന്ന സ്ഥലത്തു നിന്നും അധികം ദൂരെയല്ല. ഇത് ഏകദേശം 10-15 കിലോമീറ്റർ ഇപ്പുറത്താണ്. അങ്ങനെയാണ്. ആ രീതിയിലാണെങ്കിൽ ആ ഒരു സ്ഥലത്തുണ്ടായിരുന്ന, അല്ലെങ്കിൽ ആ ഒരു ടെറിട്ടറിയിൽ ഉണ്ടായിരുന്ന ഒരു കടുവയായിരിക്കാം ഇത് എന്നുള്ള ഒരു അനുമാനം കൂടി ഇപ്പോൾ നാട്ടുകാർ പറയുന്നുണ്ട്. ആ രീതിയിലാണെങ്കിൽ ഏത് രീതിയിലായിരിക്കും ഇനി ഈ കടുവയെ പിടികൂടുക, അല്ലെങ്കിൽ ഇത്തരത്തിൽ തങ്ങൾക്ക് ശാശ്വത പരിഹാരം വേണമെന്നുള്ളതാണ് പ്രധാനമായും നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ഈ കമ്പിപ്പാലം അതുപോലെ തന്നെ കട്ടേരിക്കുന്ന് ഭാഗങ്ങളിലടക്കം ഈ കടുവയെ കണ്ടതായിട്ട് പറയുന്നുണ്ട്. ഇതെല്ലാം ഈ ഈ തലപ്പുഴ ടൗണുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഏരിയയാണ്. തൊട്ടപ്പുറത്തൊക്കെ ജനവാസ മേഖലകളാണ് ഉള്ളത്. മാനന്തവാടിയിൽ നിന്നും ഏകദേശം 8 കിലോമീറ്റർ മാത്രം ദൂരെ മാറിയാണ് ഈ തലപ്പുഴ എന്ന് പറയുന്ന പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ മാനന്തവാടി ടൗൺ ഏരിയ ഈ സ്ഥലത്തേക്ക്, അതായത് ടൗണിന്റെ തൊട്ടപ്പുറത്തൊക്കെ ചെറിയ ചെറിയ വീടുകളൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട്. ഒരു ചെറിയ ചെറിയ ഗ്രാമപ്രദേശങ്ങളുണ്ട്. ഈ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ കടുവ എത്താനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ വലിയ രീതിയിലുള്ള അപകടത്തിലേക്ക് ഇത് പോകുവാനുള്ള ഒരു സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് കടുവയെ പിടികൂടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഫോറസ്റ്റുകാരെ ഇതിനു മുൻപ് കഴിഞ്ഞ ആഴ്ച അടക്കം നിരവധി തവണ അറിയിച്ചെങ്കിലും അവരാരും വന്നു നോക്കിയില്ല, തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളതാണ് പ്രധാനമായും നാട്ടുകാരുടെ ആക്ഷേപം. അർജുൻ, അതോടൊപ്പം തന്നെ ഓരോ നിമിഷവും ഇങ്ങനെ ഭയന്ന് ജീവിക്കുക എന്ന് പറയുന്നത് എന്തൊരു ദുരവസ്ഥയാണ്. അവിടെ വയനാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഇത് പുതിയൊരു അനുഭവമല്ല. പക്ഷേ അവർ എത്ര പ്രതിഷേധിച്ചിട്ടും അവിടെ ഒരു സംവിധാനം കൊണ്ടുവരാൻ, അല്ലെങ്കിൽ സുരക്ഷ ഒരുക്കാൻ അധികാരികൾക്ക് കഴിയുന്നില്ല എന്ന് തന്നെയാണല്ലേ. ഈ പ്രദേശവാസികൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? കാരണം വളരെയധികം പ്രതിഷേധങ്ങളിലൂടെ അവർ കടന്നുപോയി. ഇനിയും പ്രതിഷേധിച്ചാൽ മാത്രമേ ജീവൻ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളൊരു ആശങ്കയിൽ തന്നെയാണോ അവർ? തന്നെയാണ്, വലിയ ആശങ്കയിൽ തന്നെയാണ് ജനങ്ങൾ ഉള്ളത്. അപ്പോഴും നമ്മൾ പറയുന്നത് ആശങ്കപ്പെടേണ്ട, ഒരു ജാഗ്രത പാലിക്കുക എന്നുള്ളതാണ് നമുക്ക് പറയുവാനുള്ളത്. ജനങ്ങളെ പാനിക് ആക്കരുത്, അത്തരത്തിലുള്ള രീതിയിലേക്ക് പോകരുത് എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ ആഗ്രഹവും. അതുകൊണ്ട് തന്നെ കൃത്യമായി തന്നെ ജാഗ്രത പാലിക്കുക. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും പല സമയത്തും പലതരത്തിലുള്ള വാഗ്ദാനങ്ങളൊക്കെ വന്നിരുന്നു. അതായത് ഇത്തരത്തിൽ കടുവ പുറത്തേക്ക് വരാതിരിക്കാൻ, അല്ലെങ്കിൽ ജനവാസ മേഖലകളിലേക്ക് എത്താതിരിക്കാനുള്ള പദ്ധതികൾ കൊണ്ടുവരും. കാടും നാടും തമ്മിൽ തരംതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത്തരത്തിൽ ഒരു മതിലൊക്കെ സ്ഥാപിക്കാനുള്ള ഒരു സാധ്യതകൾ ഉണ്ടാകും എന്നുള്ളതടക്കം ഉറപ്പ് നൽകിയതാണ്. കഴിഞ്ഞ തവണ ഇത്തരത്തിൽ കടുവ പിടികൂടിയപ്പോൾ ഒരു സ്ത്രീ മരിച്ചപ്പോൾ അടക്കം വനമന്ത്രി അവിടെ വന്ന് വീണ്ടും വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു. ഇനി ഒരിക്കലും ഇത്തരത്തിലുള്ള കടുവകളുടെ ആക്രമണങ്ങൾ ഉണ്ടാവുകയില്ല, കടുവകളടക്കം പുറത്തേക്ക് ഇറങ്ങില്ല എന്നുള്ളതടക്കം പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഇപ്പോൾ ഫലവത്താകുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ഉൾവനത്തിൽ 2 കടുവകൾ ചത്ത നിലയിൽ കണ്ടെത്തുകയും മറ്റൊരു സ്ഥലത്ത് ഒരു കുട്ടിക്കടുവയെ ചത്ത നിലയിൽ മറ്റൊരു സ്ഥലത്ത് കാണുകയും ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിൽ നിരവധി കടുവകൾ ഈ വനപ്രദേശങ്ങളിൽ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ഉൾവനത്തിൽ മരണപ്പെട്ട കടുവകൾ രണ്ടും പരസ്പരം ഫൈറ്റ് ചെയ്തതിന് ശേഷം മരണപ്പെട്ടതാണ് എന്നുള്ളതാണ് വനപാലകർ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ കടുവകൾക്ക് കൃത്യമായിട്ടുള്ള ടെറിട്ടറി ഉണ്ടോ എന്നുള്ളത് കൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതായത് ഒരു കടുവയുടെ ടെറിട്ടറി എന്ന് പറയുന്നത് കിലോമീറ്ററുകളുടെ ദൂരമാണ്. പക്ഷേ
കിലോമീറ്റർ ദൂരത്തിൽ അടുത്ത് തന്നെ വീണ്ടും മറ്റൊരു കടുവ വരുമ്പോഴാണ് ഈ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത്. അങ്ങനെയെങ്കിൽ ഈ കടുവ എന്ന് പറയുന്നത് ഈ ഒരു വനപ്രദേശത്തിൽ ഉൾക്കൊള്ളുവാൻ കഴിയുന്നതിലധികം കടുവ ഈ വയനാട്ടിൽ ഉണ്ട് എന്നുള്ളതാണ് പ്രധാനമായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള പഠനങ്ങളൊക്കെ ഒരു 2-3 വർഷങ്ങൾക്ക് മുമ്പ് പുറത്തു വന്നിരുന്നു. അതായത് ഈ ഒരു വനത്തിൽ കൊള്ളാവുന്നതിനേക്കാൾ കൂടുതൽ കടുവകൾ ഈ വയനാട്ടിൽ ഉണ്ട് എന്നുള്ളതാണ് പ്രധാനമായും പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇത് ഈ പെറ്റുപെരുകുന്നത് അല്ലെങ്കിൽ ഈ ഇത്തരത്തിൽ കടുവകൾ കൂടുന്നത് എങ്ങനെ തടയുവാൻ സാധിക്കും? ഇവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഈ കടുവകളെ മാറ്റുവാൻ സാധിക്കുമോ എന്നുള്ളതടക്കം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. മറ്റൊരു ആക്ഷേപം എന്ന് പറയുന്നത് ഈ വനപാലകരടക്കം ഈ കടുവയെ പിടികൂടുന്നു, വീണ്ടും മറ്റൊരു സ്ഥലത്ത് വയനാട്ടിൽ തന്നെ മറ്റൊരു സ്ഥലത്ത് തുറന്നുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഒരു സാഹചര്യം തങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. മാത്രമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഈ കടുവയ്ക്ക് പുറമെ ആനയടക്കമുള്ള വന്യജീവികൾ ഇത്തരത്തിൽ പുറത്തേക്ക് ഇറങ്ങുന്നത് സ്വാഭാവികമാണ്. ഈ ഒരു വയനാടിനെ സംബന്ധിച്ചിടത്തോളം നിരവധി ജനവാസ മേഖലയിലേക്ക് ആനയടക്കം ഇറങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫെൻസിംഗ് രീതികൾ അവലംബിക്കണം എന്നുള്ളതടക്കം നേരത്തെ തന്നെ നാട്ടുകാർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഇതുവരെയും ആ ഫെൻസിംഗ് രീതി ആരംഭിച്ചിട്ടില്ല. പല സ്ഥലത്തും ഈ ഫെൻസിംഗ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടില്ല. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു വാഗ്ദാനങ്ങളൊക്കെ അല്ലെങ്കിൽ ബജറ്റിലടക്കം വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഒരു പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുകയും അതിന് ഈ പണം മാറ്റിവെക്കുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ കൂടിയും അതൊന്നും ഫലവത്താകുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള പദ്ധതികളൊന്നും തന്നെ വയനാട്ടിൽ വരുന്നുമില്ല. വലിയ ആശങ്കയിലാണ് ജനങ്ങളുള്ളത്. ഈ പ്രദേശം മാത്രമല്ല, പുൽപ്പള്ളിയിലടക്കം നിരവധി തവണയാണ് ഈ കടുവയെ കണ്ടിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ദൃശ്യങ്ങളടക്കം പുറത്തുവിട്ടതാണ്. അതായത് റോഡിൽ കൂടി ക്രോസ് ചെയ്യുന്ന കടുവയെ നമ്മൾ അത്തരത്തിലുള്ള ദൃശ്യങ്ങളടക്കം നമ്മൾ കണ്ടതാണ്. മാത്രമല്ല, പുൽപ്പള്ളിയുള്ള ഒരു പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വീടിന്റെ തൊട്ട് പുറകിലെ പറമ്പിലടക്കം കടുവ എത്തിയിരുന്നു. അത്തരത്തിൽ ജനവാസ മേഖലകളിൽ കടുവ എത്തുന്നു, വീടുകളിലെ തൊട്ടടുത്ത് അടക്കം കടുവ എത്തുന്നു. സ്വാഭാവികമായും അമരക്കുരിയിൽ കഴിഞ്ഞ മാസമാണ് കടുവയെ ഇറങ്ങിയത്. 10 ദിവസങ്ങൾക്കുള്ളിൽ 5 ആടുകളെയാണ് ആ കടുവ കൊന്നത്. അവസാനം ഈ കടുവയെ കൂട്ടിലാക്കുകയായിരുന്നു. ഇങ്ങനെ നിരവധി സ്ഥലങ്ങളിലാണ് ഈ പെരുന്തട്ടയിലടക്കം കടുവ ഇറങ്ങിയിരുന്നു. പശുക്കളെ കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇങ്ങനെ വയനാടിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ വന്യമൃഗശല്യം കൂടി വരുന്ന ഒരു സാഹചര്യമാണ്. അതിനെതിരെ വലിയ പ്രതിഷേധത്തിലാണ് നാട്ടുകാരുള്ളത്. ദേവിക. ശരി അർജുൻ.